ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെമൺ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നെയ്റ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നവരൊന്നൊരു സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ഞാൻ നമ്മളുടെ കൈഭാഗം ഒന്ന് കട്ട് ചെയ്ത് യോജിപ്പിക്കാനുള്ളത് യോജിപ്പിച്ചെടുത്തിട്ട് നമ്മുടെ കഴുത്ത് ഭാഗത്തിനുള്ള പാറ്റേൺ കട്ട് ചെയ്തെടുത്തിരുന്നു. 2.25 ഇഞ്ച് വീതിയിലാണ് ഞാൻ നമ്മളുടെ കഴുത്തിന്റെ വിടുത്ത് എടുത്തത്. അതിൽ നിന്ന് 1 ഇഞ്ച് രണ്ട് സൈഡിലോട്ടും കൂട്ടി 3.25 ഇഞ്ചിൽ നമ്മൾ 2 കട്ട് പീസ് എടുത്ത് അത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് കഴുത്തിനും ഫ്രണ്ട് കഴുത്തിനും 1 ഇഞ്ച് വീതം കൂട്ടിയെടുക്കാൻ നോക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ നമ്മളുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് മാർക്ക് ചെയ്ത ശേഷം അതിന്റെ 2 സൈഡും അടിച്ചെടുത്ത ശേഷം നമ്മൾ നെയ്റ്റിയുടെ മിഡ് പോയിന്റും ഇതിന്റെ മിഡ് പോയിന്റും തമ്മിൽ യോജിപ്പിക്കാം. കറക്റ്റ് ആണോ എന്ന് നമ്മളൊന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് ആ തുണി തമ്മിൽ തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ കാണി ഇട്ടിട്ട് ഒരു അടി അടിപ്പിക്കാം. 2 ബാക്കിലും ഫ്രണ്ടിലും അതുപോലെ തന്നെ നമുക്ക് വലിയ കാണി ഇട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറിയ കാണിയിലോട്ട് ആക്കുക. എന്നിട്ട് സാവധാനത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പൊ ഞാൻ ബാക്ക് കഴുത്ത് റൗണ്ട് ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ഒരു സ്ക്വയർ രൂപത്തിൽ എടുത്തേക്കുന്നത്. നമ്മൾ എപ്പോഴും നെയ്റ്റിയുടെ ആണെങ്കിലും ചുരിദാറിന്റെ ആണെങ്കിലും കഴുത്ത് കട്ട് ചെയ്യുമ്പോൾ വിഡ്ത്ത് കൂടുതലാണെങ്കിൽ ഇറക്കം കുറച്ചെടുക്കുക. ഇറക്കം കുറച്ചെടുക്കുന്നതെങ്കിൽ വിഡ്ത്ത് കൂട്ടിയെടുക്കുക. ഇപ്പൊ ഞാനും എടുത്തെടുത്തത് 2.25. അപ്പൊ നമ്മൾ വീട്ടിൽ കൂടെ ഇടാനൊക്കെ ഉള്ള നെയ്റ്റി അല്ല, ഇത് മതി. അപ്പൊ ഇതിന് ഞാൻ സിബും അറ്റാച്ച് ചെയ്യുന്നുണ്ട്. 5 ഇഞ്ച് ഇറക്കാണ് നമ്മളെ ഫ്രണ്ട് കഴുത്തിന് എടുത്തത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തോടെ അടിച്ച ശേഷം സ്റ്റിച്ചുമ്മ കൊള്ളാണ്ട് സാവധാനത്തിൽ കട്ട് ചെയ്ത് എടുക്കുക. കട്ട് ചെയ്തെടുത്ത കോർണർ വന്നോടത്തിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് മടുക്കുമ്പോൾ നമുക്കത് കിട്ടുള്ളൂ. നമ്മളുടെ ബാക്ക് സൈഡ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം പതിച്ചടിക്കേണ്ട. ഫ്രണ്ട് സൈഡാണ് നമുക്ക് ആദ്യമേ പതിച്ചടിക്കേണ്ട. 2 അടിപ്പ് കൊടുക്കുക. ഒരെണ്ണം നമ്മളുടെ എഡ്ജ് ഭാഗത്തു കൂടി ഒരടിപ്പ് കൊടുത്ത ശേഷം നമ്മൾ കട്ട് പീസിന്റെ സൈഡ് നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കൈ വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കത് എവിടം വരെ ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ സ്ക്വയർ ഷേപ്പിലാണ് ഞാനത് എടുത്തേക്കണേ. എന്നിട്ട് അതും അതുപോലെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് നെയ്റ്റിയുടെ 2 പീസും തമ്മിൽ നല്ല വശവും യോജിപ്പിച്ചിട്ട് നമ്മൾക്ക് ഷോൾഡർ അടിച്ചെടുക്കാം. ഷോൾഡർ അടിക്കുന്ന വീഡിയോ നമ്മുടെ ചുരിദാറിൻ്റെ ഞാൻ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ നെയ്റ്റിക്കും അത് അടിച്ചെടുക്കേണ്ടത്. എന്നിട്ട് തിരിച്ചു കൊടുത്തിട്ട് വീണ്ടും ബാക്ക് വശവും നമുക്ക് അതേപോലെ തന്നെ പതിച്ചടിക്കുക. എഡ്ജ് ഭാഗത്തൂടെ ഒന്ന് അടിച്ചിട്ട് വീണ്ടും നമ്മളുടെ നെക്കിന് വച്ചേക്കണ തുണിയുടെ ഷേപ്പ് നോക്കിയിട്ട് അതും അതേപോലെ തന്നെ അടിച്ചെടുക്കുക. സിമ്പിളായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും തയ്ച്ചെടുത്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ 1 by 1 ആയിട്ട് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പ്ലീറ്റഡ് നെയ്റ്റിയുടെ വീഡിയോ ആണ്. പറഞ്ഞാൽ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കഴുത്തൊക്കെ അടിച്ച് സെറ്റായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഞാൻ ഇത് വയ്ക്കുന്നുണ്ട്, സിബ് വയ്ക്കുന്നുണ്ട്. അപ്പൊ അത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ അത് കാണിക്കാം. അപ്പോൾ ഒരുപാടാവുമ്പോൾ നമുക്ക് വീഡിയോയുടെ ലെങ്ത് കൂടി പോകും. ഇനി നമുക്കിത് കൈ പിടിപ്പിക്കാൻ വേണ്ടി കൈക്ക് ഞാൻ ഇറക്കത്തിന് കുറച്ച് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായി. അത് ഞാൻ കൈയുടെ താഴ്ഭാഗത്ത് വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈയുടെ മിഡ് പോയിന്റും നമ്മുടെ നെയ്റ്റിയുടെ മിഡ് പോയിന്റും വെച്ച് അടിച്ച് സെറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം മറിച്ചിട്ടിട്ട് നമ്മളുടെ സൈഡ് അടിക്കാം. കൈ അടിക്കാനും നമ്മുടെ നെയ്റ്റി ചുരിദാറിന്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക. ഒരു മിഡ് പോയിന്റിൽ നിന്ന് മാത്രമേ നിങ്ങൾ അടിക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ.
അതിനുശേഷം ഇതുപോലെ നമ്മുടെ നെയ്റ്റിയുടെ 2 സൈഡും അടിച്ചെടുക്കുക. എന്നിട്ട് നെയ്റ്റി 4ആക്കി ഒന്ന് മടക്കിയ ശേഷം അടിഭാഗം നമ്മളുടെ ഫോൾഡായ സൈഡല്ല, മറ്റേ സൈഡിൽ ഒരു ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്യുക. ഫോൾഡ് സൈഡല്ല, മറ്റേ സൈഡ് നമ്മൾ അടിച്ച് യോജിപ്പിച്ച സൈഡ്. എന്നിട്ട് നമുക്ക് അവിടെ ഒന്ന് അത് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ നെയ്റ്റിയുടെ 2 സൈഡും തൂങ്ങി ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇതുപോലെ ചെയ്ത ശേഷം നമുക്ക് ഇനി അതിൻ്റെ അടിഭാഗം 1/2 ഇഞ്ച് വീതിയിൽ ഇതൊന്ന് മടക്കി അടിച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ നെയ്റ്റിയുടെ അങ്ങനത്തെ സ്റ്റിച്ചിങ് കഴിയും. ഇതുപോലെ 1/2 ഇഞ്ച് ആദ്യം മടക്കി ഒരു പ്രാവശ്യം അടിക്കണമെങ്കിൽ അടിക്കുക, അല്ലെങ്കിൽ നമുക്ക് രണ്ടും 1/2 ഇഞ്ച് ഒപ്പത്തിൽ മടക്കി അടിച്ച് തീർക്കാം. അപ്പം ഇത് നമ്മുടെ നെയ്റ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ കണ്ടില്ലേ? അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത വീഡിയോ നമ്മുടെ പ്ലേറ്റഡ് നെയ്റ്റിയുടെ വീഡിയോ ആയിരിക്കും. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.